ഈ അതിവിശാലമായ ജലാശയം ഏതാണെന്നല്ലേ? ഇത് ഇടുക്കി ഡാമിൻ്റെ ജലാശയമാണ്. ഇവിടെ ഒരു കപ്പൽ നിങ്ങൾക്ക് കാണാം. ഇടുക്കി ജില്ലയിൽ കപ്പലോ? കടലും കായലുമില്ലാത്ത ഇടുക്കി ജില്ലയിൽ എങ്ങനെ കപ്പൽ വരാനാണ്? എന്നാൽ ഉണ്ട്. ഇത് ഇടുക്കി ഡാമിലാണ്. ഇടുക്കി ഡാം ജലാശയം 3 ഡാമുകൾ ചേർന്നാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇടുക്കി ഡാം, ചെറുതോണി ഡാം, കുളമാവ് ഡാം എന്നിവയാണ് ആ 3 ഡാമുകൾ. ഇതിൽ കുളമാവ് ഡാമിനോട് ചേർന്ന ജലാശയത്തിലാണ് കപ്പലുള്ളത്. ഇടുക്കി ജില്ലക്കാരുടെ ഈ കപ്പൽ ചെറുതോണി തൊടുപുഴ റൂട്ടിൽ യാത്ര ചെയ്യുന്നവർക്ക് കാണാവുന്നതാണ്. ഇടുക്കി അണക്കെട്ടിൻ്റെ ഭാഗമായ കുളമാവ് ജലാശയത്തിൽ നാവികസേനയുടെ പുതിയ പരീക്ഷണ കപ്പൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. രാജ്യത്തെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തേതാണിത്. ഇന്ത്യൻ നാവികസേനയ്ക്കായി വികസിപ്പിച്ച അത്യാധുനിക സോണാർ സംവിധാനമാണ് ഇവിടെ പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. വെള്ളത്തിനടിയിലെ വസ്തുക്കളുടെ ശബ്ദ തരംഗങ്ങൾ വിശകലനം ചെയ്യാനുള്ള വിവരശേഖരണം ഇതുവഴി ലഭ്യമാക്കും. വലിയ പരീക്ഷണ കപ്പലിൻ്റെ ചെറിയ പതിപ്പാണ് ഇവിടെ നിർമ്മിച്ചത്. നാവികസേനയുടെ കപ്പലുകൾ, അന്തർവാഹിനികൾ, ഹെലികോപ്റ്ററുകൾ എന്നിവയിലെ പുതിയ സോണാർ സംവിധാനത്തിൻ്റെ ഗവേഷണങ്ങൾക്കായാണ് ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് അറിവ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിച്ച പരീക്ഷണ കപ്പലിൻ്റെ ഭാഗങ്ങൾ കുളമാവിലെത്തിച്ച് സംയോജിപ്പിക്കുകയായിരുന്നു. സോണാർ സംവിധാനത്തിലെ സെൻസറുകളുടെ ദ്രുതവിന്യാസത്തിനും അവ എളുപ്പത്തിൽ വീണ്ടെടുക്കുന്നതിനും വേണ്ടിയുള്ള പരീക്ഷണങ്ങൾക്കാണ് ഈ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തുകയെന്നാണ് പറയുന്നത്. 60 മീറ്റർ നീളവും 22 മീറ്റർ വീതിയുമാണ് ഇതിനുള്ളത്. ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമും അന്തർവാഹിനി പോലെ വെള്ളത്തിൽ താഴ്ന്നു കിടക്കുന്ന ഒരു ഭാഗവുമാണ് പരീക്ഷണ കപ്പലിൻ്റെ പ്രധാന സജ്ജീകരണങ്ങൾ. 100 മീറ്റർ ആഴത്തിൽ താഴ്ന്നു കിടക്കാൻ ഈ അന്തർവാഹിനി പ്ലാറ്റ്ഫോമിന് കഴിയും. ഈ കപ്പൽ ഇതിൻ്റെ ദൗത്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. L&T ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇത്തരത്തിൽ തന്നെയാണെങ്കിൽ പോലും ഇടുക്കി ജില്ലക്കാർക്ക് ഒരു കപ്പൽ ലഭ്യമായിരിക്കുകയാണ്.